നമസ്കാരം. ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്രാഷ് കോഴ്സിന്റെ 10ാമത്തെ ദിവസമാണിന്ന്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതായത് 2015 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ ആദ്യത്തെ 30 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കഴിഞ്ഞ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിരുന്നു. ടെലഗ്രാം ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF-ഉം ഇട്ടിരുന്നു. ഇപ്പോ ടെലഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കേരള PSCയുടെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കേരള PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഈ ഡിസ്കഷനും കൂടെ ചേർത്ത് പഠിക്കുന്നത് കുറച്ചുകൂടി പ്രയോജനപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: In a complaint against several accused, if the complainant withdraws his complaint against one accused, the magistrate can: Option A, convict that particular accused. Option B, acquit all the accused. Option C, acquit the particular accused against whom the complaint is so withdrawn. Option D, convict all the accused. അതായത് ഒരു പരാതിക്കാരൻ കുറെ വ്യക്തികൾക്കെതിരെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ഒരു വ്യക്തിക്കെതിരെയുള്ള കംപ്ലൈന്റ് പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ മജിസ്ട്രേറ്റിന് എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ സാധിക്കാന്ന്? ഓഫ് കോഴ്സ് എന്തായിരിക്കും? ആ കംപ്ലൈന്റ് വിഡ്രോ ചെയ്യുന്നത് ഏത് വ്യക്തിയുടെ മേലുള്ള കംപ്ലൈന്റ് ആണോ വിഡ്രോ ചെയ്തത് ആ വ്യക്തിയെ നിരുപാധികം കുറ്റവിമുക്തനാക്കും. അതായിരിക്കുമല്ലോ. അപ്പം ആൻസർ C ആണ്. അക്യൂട്ട് ദ പർട്ടിക്കുലർ അക്യൂസ്ഡ്, ഏത് അക്യൂസ്ഡിന്റെ മേലുള്ള പരാതിയാണോ പിൻവലിക്കപ്പെട്ടത് ആ അക്യൂസ്ഡിനെ കംപ്ലൈന്റ് ഏത് അക്യൂസ്ഡിന്റെ മേലുള്ള കംപ്ലൈന്റ് ആണോ വിഡ്രോ ചെയ്തത് ആ അക്യൂസ്ഡിനെ നിരുപാധികം ഫ്രീ ആക്കും ആ കേസിൽ നിന്ന്. സോ ദ ആൻസർ ഇസ് C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്: An application for bail under section 438 CRPC can be filed before Option A, any court. Option B, first class magistrate court or metropolitan court. Option C, trial court. Option D, high court or court of session. അതായത് സെക്ഷൻ 438 CRPC കീഴിൽ വരുന്ന ജാമ്യാപേക്ഷ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന്. ആൻസർ ഹൈക്കോർട്ട് ഓർ കോർട്ട് ഓഫ് സെഷൻ ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. In a trial before a court of session, prosecution shall be conducted by: Option A is magistrate, Option B is public prosecutor, Option C is amicus curiae, and Option D is advocate general. Correct answer public prosecutor ആണ്. Next question is: private complaint can be filed before the court under section dash of CRPC. CRPCയിലെ ഏത് സെക്ഷന് കീഴിലാണ് പ്രൈവറ്റ് കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? സെക്ഷൻ 190 ആണ്. സെക്ഷൻ 190 ഓഫ് CRPC പ്രകാരമാണ് പ്രൈവറ്റ് കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്: എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ് ബൈ ദ മജിസ്ട്രേറ്റ് ടേക്സ് cognizance of an offense is not required if he is a public servant, he is a private complainant, he is a doctor, and a court has made the complaint. അപ്പോ ഇതിന്റെ ആൻസർ: if the court has made the complaint, the examination of complainant by the magistrate taking cognizance of an offense is not required. അതായത് മജിസ്ട്രേറ്റിന് കൂടുതലായ അന്വേഷണങ്ങളൊന്നും കൂടാതെ തന്നെ ഡയറക്റ്റ് കേസ് എടുക്കാൻ പറ്റും. ഇപ്പോ ആ കേസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കോർട്ട് ഡയറക്റ്റ് ആണെങ്കിൽ. Examination of the complainant by the magistrate taking cognizance of an offense is not required if he is a public servant, he is a private complainant, he is a doctor, and option D is a court has made the complaint. അതായത് മജിസ്ട്രേറ്റ് ഡയറക്റ്റ് ഈ പരാതിക്കാരനെ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ഏതാണ്? ഒരു കോർട്ട് ഡയറക്റ്റ് ആണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മജിസ്ട്രേറ്റിന് ഈ എക്സാമിനേഷന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്: admissibility of documents
procured by illegal means under Indian Evidence Act is option A admissible, option B not admissible, option C admissible if relevant and its genuineness proved, and option D none of this. അപ്പം നമുക്കറിയാം ഒരു എന്താ ഡോക്യുമെന്റിന്റെ അഡ്മിസിബിലിറ്റി തീരുമാനിക്കുന്ന അതിന്റെ ജെനുവിനിറ്റിയാണ്. ഒരു ഡോക്യുമെന്റ് അത് ജെനുവിൻ ആണ്, അത് റിലവന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം അതിന് അഡ്മിസിബിൾ ആണ്, എടുക്കാം. So the answer is option C. Next question is primary evidence under section 61 of Indian Evidence Act means. Primary evidence under section 61 of Indian Evidence Act പ്രകാരം എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ is certified copies of documents, option B is photostat copies attested by the gazetted officer, option C is original documents produced by the court, and option D is none of this. അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ സി ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ്. അതായത് പ്രൈമറി എവിഡൻസ് അണ്ടർ സെക്ഷൻ 61 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് വെച്ചാൽ ഒറിജിനൽ ഡോക്യുമെന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് അൺലൈസൻസ്ഡ് സെയിൽ ഓഫ് ഫുഡ് ഷാൽ ബി പണിഷബിൾ വിത്ത് option A imprisonment up to 6 months, and a fine up to rupees 5 lakhs, a fine up to rupees 2 lakhs, and an imprisonment up to 1 year and a fine up to 10 lakhs. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് അപ് ടു 6 months and also a fine up to rupees 5 lakhs ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് വിൽക്കുന്നതിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് 6 മാസവും 5 ലക്ഷം രൂപ വരെ തടവുമാണ്. 6 മാസം തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Death caused by the consumption of any food purchased by a seller is liable to be compensated with option A not less than rupees 5 lakhs, option B not less than rupees 10 lakhs, option C not exceeding rupees 3 lakhs, and option D is rupees 7 lakhs. അതായത് സെല്ലറിൽ നിന്ന് ഏതെങ്കിലും ഒരു കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം കഴിച്ചത് മൂലം ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ എത്രയായിരിക്കും എന്നാണ്. ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 5 lakhs. 5 ലക്ഷത്തിൽ കുറയാതെയുള്ള നഷ്ടപരിഹാരമാണ് മരണം സംഭവിക്കുകയാണെങ്കിൽ ഈ സെല്ലർ കൊടുക്കേണ്ടി വരിക. Next question is the maximum penalty to be imposed on a person who sells any food which is not in compliance with the provisions or regulations of the Food Safety Act is option A rupees 10 lakhs, option B not exceeding rupees 2 lakhs, option C not exceeding rupees 5 lakhs, and option D is 25,000. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നോട്ട് എക്സീഡിംഗ് rupees 5 lakhs. 5 ലക്ഷത്തിൽ കുറയാതെയുള്ള നഷ്ടപരിഹാരമാണ്. എനർജി yield per unit weight of food is known as calorific value, energy density, both A and B, and option D is none of this. Answer is energy density. Next question. Argue fats is less than carbohydrates because. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്യു എന്താണ്? ആർക്യു ഈസ് റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ടു ദാറ്റ് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ആൻ ഓർഗാനിസം, ടിഷ്യൂ ഓർ സെൽ ഇൻ എ ഗിവൺ ടൈം. ഒരു ഗിവൺ ടൈമിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതും എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്തെന്നുള്ളതും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഈ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ആർക്യു വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയും വരാം. ഇപ്പോ ഗ്ലൂക്കോസിന്റെ ആർക്യു എത്രയാണ്, അല്ലെങ്കിൽ സുക്രോസിന്റെ ആർക്യു എത്രയാണ്? 1 ആണ് ആൻസർ. അതുപോലെ പ്രോട്ടീൻസിന്റെ ആർക്യു വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണ്. ലിപ്പിഡ്സ് അഥവാ ഫാറ്റ്സിന്റെ ആർക്യു വാല്യൂ 0.7 ആണ്. ഓർഗാനിക് ആസിഡ്സിന്റെ ആണ് ഈ ആർക്യു വാല്യൂ ചോദിക്കുന്നതെങ്കിൽ ഓർക്കുക ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ആർക്യു ഓഫ് ഫാറ്റ്സ് ഇസ് ലെസ് ദാൻ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനേക്കാളും കുറവ് ആർക്യു വാല്യൂ ഫാറ്റ്സിനുണ്ടാവാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ is fats have lesser oxygen content. Option B is carbohydrates have lesser oxygen content. Option C is fats have higher oxygen content. Option D is none of this. Correct answer option A ആണ്.
ഫാറ്റ്സ് ഹാവ് ലെസർ ഓക്സിജൻ കണ്ടന്റ്. അപ്പൊ ഫാറ്റ്സിന് ലെസ് ഓക്സിജൻ കണ്ടന്റ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിന്റെ RQ വാല്യൂ കാർബോഹൈഡ്രേറ്റ്സിനേക്കാളും കുറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, കാർബോഹൈഡ്രേറ്റ്സിന്റെ RQ വാല്യൂ 1 ആണ്, പ്രോട്ടീനിന്റെ 0.8ഉം ലിപ്പിഡ്സിന്റെ 0.7ഉം ആണ്. ഓർഗാനിക് ആസിഡ്സിന്റെ കേസിൽ RQ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ റെഫേഴ്സ് ടു. എന്താണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ? ഓപ്ഷൻ എ, energy required for physical activity. Option B, increased heat production following intake of food. Option C is extra energy for exercise. Option D is energy requirement by a person for dynamic activities. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Specific dynamic action refers to the increased heat production followed by intake of food. ഭക്ഷണം എടുക്കുന്നത് മൂലമുണ്ടാവുന്ന ഹീറ്റ് പ്രൊഡക്ഷൻ കൂടുക, അതിനെയാണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് ഈസ് എൻ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഈ കൂട്ടത്തിൽ ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രൊലീൻ, ത്രിയോണിൻ. ഇതിൽ ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ആർജിനിൻ, ഹിസ്റ്ററിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെഥിയോണിൻ, ഫിനൈലലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ. ഇതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഏതാ ഉള്ളത്? ത്രിയോണിൻ ആണ്. അപ്പൊ ത്രിയോണിൻ ഓപ്ഷൻ ഡി, ഇത് ഈസ് ദ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഒന്നുകൂടെ കേൾക്കുക. ആർജിനിൻ, ഹിസ്റ്റഡിൻ, ഐസോല്യൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ ആൻഡ് വാലൈൻ. ഇത്രയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് അയഡിൻ നമ്പർ? അപ്പോ അയഡിൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ ബട്ടറിന്റെ അയഡിൻ നമ്പർ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് അയഡിൻ നമ്പർ? ഇറ്റ് ഇസ് ദ മാസ് ഓഫ് അയഡിൻ പ്രസന്റ് ഇൻ 100 gram ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൽ, ഒരു 100 gram ഓഫ് സബ്സ്റ്റൻസിൽ ഉള്ള അയഡിന്റെ മാസ് എത്രത്തോളാണെന്നാണ്. എന്തിനാണ് ഈ അയഡിൻ നമ്പർ എടുക്കുന്നത്? ഇറ്റ് ഇസ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന്റെ അൺസാച്ചുറേഷനെ കുറിച്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അയഡിൻ നമ്പർ എടുക്കുന്നത്. ഈ തന്നിട്ടുള്ളതിൽ ഏതിനാണ് ലോവസ്റ്റ് അയഡിൻ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. സോയാബീൻ ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, ബീഫ് ഫാറ്റ്, കോൺ ഓയിൽ. ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് അയഡിൻ നമ്പർ ഉള്ളത് ആർക്കാണ്? ബീഫ് ഫാറ്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് scurvy can be cured by the administration of option A folic acid, option B is glutamic acid, option C is fumaric acid and option D is ascorbic acid. നമുക്കറിയാം സ്കർവി എങ്ങനെയാ ഉണ്ടാവുന്നത്? ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിന്റെ മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കർവി എന്ന രോഗത്തെ ക്യൂർ ചെയ്യാൻ വേണ്ടി എന്താണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? അസ്കോർബിക് ആസിഡ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. ഇപ്പോ വൈറ്റമിൻ സി എന്ന് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും അസ്കോർബിക് ആസിഡ് എന്ന് കണ്ടാലും മനസ്സിലാക്കി വെക്കുക, വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി. അപ്പൊ സ്കർവി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അസ്കോർബിക് ആസിഡ് യൂസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം പെനാലിറ്റിയുടെ ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. അതുപോലെ RQ വാല്യൂ ചോദിച്ചു, അതുപോലെ അയഡിൻ നമ്പർ, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യാതിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ പെനാൽറ്റീസിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് ഇടാം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പഠിച്ചു പോവുക. എന്തായാലും എഴുതി വെച്ച് പഠിക്കുക. കാരണം നമ്മളിത് മറന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ താങ്ക്സ് എ ലോട്ട്. ഇനിയും വരുന്ന ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക. അതേപോലെ തന്നെ തിയറി പഠിക്കുക. കാരണം MCQs പഠിച്ചിട്ട് എല്ലാവരും MCQ പഠിച്ച് അയ്യോ ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിരുന്നു പക്ഷെ വന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ തിയറി പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പറയാം. ഇപ്പൊ വൈറ്റമിൻ സിക്ക് പകരം അസ്കോർബിക് ആസിഡ് ചോദിച്ചു, നമ്മള് പെട്ടെന്ന് ഓക്കെ വൈറ്റമിൻ സി എന്ന് MCQൽ പറഞ്ഞ് പഠിച്ചിട്ട് പെട്ടെന്ന് ഓപ്ഷനിൽ വൈറ്റമിൻ സി കാണുന്നില്ല, അസ്കോർബിക് ആസിഡ് ആണ് കാണുന്നതെങ്കിൽ
കറക്റ്റായിട്ട് അതിൽ കുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തിയറി അറിഞ്ഞിരിക്കണം, അതിന്റെ മറ്റു പേരുകൾ അറിഞ്ഞിരിക്കണം, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഡിസീസ്, എന്തുകൊണ്ടാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സോ തിയറി ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കുക, ഒപ്പം MCQസും വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു.